പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ലേഡീസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമുക്ക് പച്ചക്കറി അരിയാനും ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കാനും ഒക്കെ വളരെ മടിയുള്ള കൂട്ടത്തിലാണല്ലോ. അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്ന ഒരു കിച്ചൺ ഉപകരണമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ആ സാധനം. ഇതെന്താണെന്നല്ലേ, PGന്റെ ടൊർണാഡോ ഫുഡ് പ്രോസസ്സറാണ്. ഇതെന്താണെന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം, കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ടൊർണാഡോ ടർബോ ഫുഡ് പ്രോസസ്സർ. ഇതൊന്ന് തുറന്ന് നോക്കുക. PGന്റെ ആയതുകൊണ്ട് തന്നെ ഇത് നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. ഇത് തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് ഇതുപോലെ ഒരു ഡിസ്ക്കാണ്. അത് ഒരു ബ്ലേഡ് ഉൾപ്പെടെയുള്ള ഒരു ഡിസ്ക്കാണിത്. ഇനി ഇത് ഹാൻഡിലാണ്. ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ ഇതിൻ്റെ ഉള്ളിലൊരു ബുക്കുണ്ട്, അത് നോക്കി വായിച്ചിട്ട് ഫിറ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ബൗൾ ഉൾപ്പെടെയുള്ള സാധനമാണ് ഞാൻ പുറത്തേക്ക് എടുത്തത്. അതൊരു കവറിനകത്താണുള്ളത്. ഇനി ഇത് തുറന്ന് നോക്കാം. ഈ കവറിന് അകത്തുനിന്ന് ഈ സാധനം വെളിയിലേക്ക് എടുക്കാം. കണ്ടില്ലേ, ഇതാണ് മെയിൻ സാധനം. ഇതിൻ്റെ മുകളിലെ ലിഡ് നമുക്ക് തുറന്ന് നോക്കാം. ഇതുപോലെ ഞാനിത് തുറന്നു. ഈ ലിഡിൻ്റെ മുകളിൽ ഇതുപോലെ ഊരിയെടുക്കുന്ന ഈ സാധനം, അത് പ്ലഞ്ചറാണ്. അടുത്തത് ഒരു പാക്കറ്റിൽ രണ്ട് സാധനം ഉണ്ട്. അതെന്താണെന്ന് നോക്കാം നമുക്ക്. ഇത് ജാറിൽ ഫിറ്റ് ചെയ്യുന്ന ഹോൾഡിംഗ് ഹാൻഡിലാണ്. ഇതാണ് വിസ്കർ ബ്ലേഡ്. ഇതുകൊണ്ട് നമുക്ക് ബട്ടർ മിൽക്ക് ഷേക്കൊക്കെ അടിച്ചെടുക്കാൻ പറ്റും. അടുത്ത കവറിൽ എന്താണെന്ന് നോക്കാം. ഇത് ആട്ടാ നീഡറാണ്. ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു ഐറ്റമാണ്. ഇത് ഏറ്റവും ഷാർപ്പായിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡാണ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ചെറുതായി അരിഞ്ഞെടുക്കാൻ പറ്റിയ ചോപ്പിംഗ് ബ്ലേഡാണിത്. ഇത് 1.5 ലിറ്റർ കപ്പാസിറ്റിയുള്ള ബൗളാണ്. ഇനി ഇതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയാണെന്നൊക്കെ ഞാനിത് പ്രവർത്തിപ്പിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഇത് വർക്ക് ചെയ്യുന്നതിന് ഇലക്ട്രിസിറ്റി ആവശ്യമില്ല എന്നുള്ളതാണ്. ഇത് ഹോൾഡിംഗ് ഹാൻഡിലാണ്. അപ്പോഴിത് ഈ ബൗളിലേക്കൊന്ന് ഫിറ്റ് ചെയ്യണം. ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ബൗളിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1.5 ലിറ്ററാണ്. ഇതാണ് ഹോൾഡിംഗ് ഹാൻഡിൽ. ഇത് ഈ ജാറിലേക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് ഈ ഹാൻഡിലിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പ്രസ് ബട്ടൺ ഉണ്ട്. അതിൽ ഞെക്കി പിടിച്ചുകൊണ്ട് നമ്മളിതിലേക്ക് അങ്ങ് കടത്തി കൊടുത്താൽ മതി. അപ്പോഴതവിടെ സെറ്റായിക്കോളും. പിന്നെ ഇത് ഊരിപ്പോവുകയൊന്നുമില്ല. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലേഡാണിത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കണം. ഈ ബ്ലേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. മാത്രമല്ല നല്ല ഷാർപ്പാണ്, നല്ല മൂർച്ചയാണ് ഇതിന്. അപ്പോഴേ നമ്മൾ കൈകൊണ്ടൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഇനി ഒരു സവാള എടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 2 4 മുറിച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിഡ് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചൊന്ന് ലോക്ക് ചെയ്യണം. അപ്പോൾ ഈ ലിഡ് എന്ന് പറയുന്നത് ഗിയർ ക്യാബിനറ്റ് ബേസും കൂടിയാണ്. അപ്പോൾ ഇതിനകത്ത് 2 ഗിയർ ഉണ്ട്, ഫസ്റ്റ് ഗിയറും 4th ഗിയറും. മുകളിൽ കാണുന്ന 2 ഹോളുകളാണ് ഗിയർ. ഇതിലേക്ക് നമ്മൾ ഹാൻഡിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഗിയറിൽ ലോ സ്പീഡാണ്, 4th ഗിയറിൽ ഹൈ സ്പീഡുമാണ്. ഇപ്പോൾ നമ്മൾ ആ ലിഡ് ജാറിലേക്ക് ഇട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ പ്ലഞ്ചർ എടുത്ത് ഈ ലിഡിൻ്റെ മുകളിൽ ഈ വലിയ ഹോളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. അടുത്തതായിട്ട് ഇതാണ് ഹാൻഡിൽ. ഇത് ഗിയർ ഹോളിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള ഹാൻഡിലാണ്. ഈ ഹാൻഡിലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തെ ഈ നോബിൽ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് കറക്കുന്നത്. ഇനി നമുക്കിത് ആ ഗിയറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ലിഡിൻ്റെ മുകളിലുള്ള ഈ ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ 2 ഗിയർ ഉണ്ടല്ലോ. അപ്പോൾ ആദ്യത്തേത് ഇപ്പോൾ ഇട്ടേക്കുന്നത് ഫസ്റ്റ് ഗിയറിലാണ് കേട്ടോ. ഇപ്പുറം അതായത് ഈ പ്ലഞ്ചറിൻ്റെ അടുത്തുള്ളതാണ് ഫസ്റ്റ് ഗിയർ, തൊട്ടടുത്തത് 4th ഗിയർ. അപ്പോൾ ഫസ്റ്റ് ഗിയറിന് സ്പീഡ് കുറവാണ്, 4th ഗിയറിന് സ്പീഡ് കൂടുതലുമാണ്. അപ്പോൾ ഞാനിതൊന്ന് കറക്കി കാണിച്ചു തരാം. ഇതുപോലെ ഫസ്റ്റ് ഗിയറിന് സ്പീഡ് കുറവാണല്ലോ. അപ്പോൾ ഞാൻ 4th ഗിയറിലേക്കൊന്ന് ഊരി മാറ്റി ഇട്ടതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് കറക്കി കൊടുക്കുകയാണ്. നല്ല നൈസായിട്ട് നമുക്കിത് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ക്യാബേജ്, ക്യാരറ്റ്, ബീട്രൂട്ട്, അങ്ങനെ എല്ലാം, തക്കാളി ആയാലും എല്ലാം ഇതുപോലെ നല്ലതായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മളിത് എത്രത്തോളം സ്പീഡായിട്ട് കറക്കുന്നോ അത്രത്തോളം ചെറുതായിട്ട് തന്നെ നമുക്കിത് അരിഞ്ഞ് കിട്ടുന്നതാണ്. ഇതാണ് സ്ലൈസർ ഡൈസർ ഡിസ്ക്. ഇതിൽ 4 സെറ്റിങ്സ് ഉണ്ട് കേട്ടോ. റൗണ്ടിലും നീളത്തിലും ഒക്കെ അരിയാനായിട്ട് ഈ ഡിസ്ക് കൊണ്ട് പറ്റും. അതായത് സലാഡ്സ് ഉണ്ടാക്കാനും ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു ബ്ലേഡ് കൊണ്ട് പറ്റും. ആദ്യം ഞാൻ പൊട്ടറ്റോ സ്ലൈസ് ചെയ്യുന്നത് കാണിച്ചു തരാം.
ആദ്യം ഈ ഡിസ്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ലിഡ് വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ സ്ലൈസ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പൊട്ടറ്റോ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഈ ഹോളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം പ്ലഞ്ചർ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഗിയറിലേക്ക് ഹാൻഡിൽ ഇട്ട് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ ഇതൊന്ന് കറക്കി കൊടുക്കാം. റൗണ്ട് ഷേപ്പിൽ പൊട്ടറ്റോ സ്ലൈസായി വീഴുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ക്യാരറ്റും ഇതുപോലെ സ്ലൈസായി അരിയുന്നത് ഞാൻ കാണിച്ചു തരാം. സെക്കൻഡുകൾക്കുള്ളിൽ നമുക്കിത് അരിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ 2-3 ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. 4th ഗിയറിലിട്ട് നല്ല സ്പീഡിന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ പൊട്ടറ്റോയൊക്കെ നല്ല സ്ലൈസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ നമുക്ക് സവാള, ക്യാരറ്റ്, ടൊമാറ്റോ ഒക്കെ സ്ലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിനി ക്യാരറ്റാണ് അടുത്ത് സ്ലൈസ് ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ കറക്കി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മറ്റേ കൈ കൊണ്ട് ഈ ക്യാരറ്റ് ഒന്ന് താഴേക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിലുള്ള ക്യാരറ്റ് സ്ലൈസസ് കിട്ടുന്നതാണ്. ക്യാരറ്റ് എല്ലാം നല്ല റൗണ്ടായിട്ട് കനം കുറച്ച് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് വിസ്കർ ബ്ലേഡാണ് എടുക്കുന്നത്. ഇതാണ് വിസ്കർ. ഇതിന് മൂർച്ചയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ വിസ്കർ നമ്മുടെ ഈ ജാറിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഞാനത് കാണിച്ചു തരാം. കേക്ക് ഉണ്ടാക്കാനും ഓംലെറ്റ് ഉണ്ടാക്കാനും ഒക്കെ നമുക്കിതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി പഴയതുപോലെ തന്നെ നമുക്ക് ലിഡ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ചൊന്ന് ലോക്ക് ചെയ്യുക. അതിനുശേഷം ഗിയർ ഇട്ട് കൊടുക്കുക. ഗിയറിലേക്ക് ആ ഹാൻഡിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ നോബിൽ പിടിച്ചൊന്ന് കറക്കിയെടുക്കാം. നമുക്ക് മുട്ട നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട്. എത്ര പെട്ടെന്നാണ് നമ്മളിത് റെഡിയാക്കി എടുത്തത്. നോക്കൂ, നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ആ വിസ്കർ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ മിൽക്കും കൂടി ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വിസ്കർ ഉപയോഗിച്ചിട്ടാണ് ബട്ടർ മിൽക്കും അടിച്ചെടുക്കുന്നത്. ഇനി ബട്ടർ മിൽക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. കുറച്ച് കട്ടത്തൈര് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം സെയിം അതുപോലെ തന്നെ നമ്മൾ ലിഡ് എടുത്ത് വെച്ചു. അതിനുശേഷം ഹാൻഡിൽ വെച്ചു. ഈ ബട്ടർ മിൽക്ക് അടിച്ചെടുക്കുമ്പോൾ പുറത്തേക്ക് തെറിച്ച് പോകാതിരിക്കാനായിട്ട് ഈ പ്ലഞ്ചർ എടുത്ത് അടച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്കിത് കറക്കി കൊടുക്കാം. സെക്കൻഡുകൾക്കുള്ളിൽ ബട്ടർ മിൽക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്കോ അല്ലെങ്കിൽ ഗ്ലാസ്സിലേക്കോ മാറ്റി കൊടുക്കാം. നല്ല അട്ടിപ്പൊളി മോരും വെള്ളം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ആട്ടാനീഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിന് മൂർച്ചയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആ ജാറിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ആട്ടാനീഡർ ഈ ജാറിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്ത ശേഷം കുറച്ച് ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കമ്പനി അവകാശപ്പെടുന്നത് ഈ ജാറ് തറയിൽ വീണാൽ പൊട്ടില്ല എന്നാണ്, അൺബ്രേക്കബിളാണ്. ഈ പ്രോഡക്റ്റിന് 1 വർഷത്തെ വാറണ്ടി കമ്പനി നൽകുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഇതിൻ്റെ MRP 1295 രൂപയാണ്. ആമസോണിൽ 775 രൂപയ്ക്ക് ഇത് ലഭ്യമാണ്. ഇപ്പോൾ ഞാൻ ഈ ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ലിഡ് എടുത്ത് വെച്ച് ഇനി ഗിയർ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. പ്ലഞ്ചർ എടുത്ത് ക്ലോസ് ചെയ്തതിന് ശേഷം അതായത് ഗിയറിലേക്ക് ഹാൻഡിൽ ഇട്ട് കൊടുത്ത് നമുക്കിത് വർക്ക് ചെയ്യിക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ കറണ്ട് ആവശ്യമില്ല. കറണ്ട് ഇല്ലാത്തപ്പോഴും നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ ചെയ്ത് മാവ് നനച്ചെടുക്കാവുന്നതാണ്. പുട്ടിൻ്റെ പരുവത്തിൽ മാവ് നനച്ചെടുക്കാൻ പറ്റും കേട്ടോ. അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ, അതായത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് പുട്ടിൻ്റെ പരുവത്തിൽ നനച്ച് കിട്ടും. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ മാവ് നനയാനുള്ള കറക്റ്റ് അളവിനുള്ള വെള്ളം നമ്മളിതിൽ ചേർത്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ കറക്റ്റ് അളവിൽ നമുക്കിത് മാവ് കുഴച്ചെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ചപ്പാത്തി മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ ഞാനിത് കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. തേങ്ങാപ്പൂളും അമരക്കയും ഒക്കെ നമുക്കിതിൽ ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ പ്രോഡക്റ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. PGൻ്റെ ടൊർണാഡോ ടർബോ ഫുഡ് പ്രോസസ്സർ. ഇതിൻ്റെ റിവ്യൂ നിങ്ങൾക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.